ഹലോ ഗൈസ്, ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ച് നാളായിട്ടാണ്. വീഡിയോ ഇടാൻ കുറച്ച് ടൈം എടുത്തു. വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല. പിന്നെ എഡിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷനും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. അത് കാരണം കൊണ്ട് അത് എഡിറ്റ് ചെയ്യാനൊന്നും നിന്നില്ല. ഇപ്പോൾ ഒന്ന് സമാധാനമായപ്പോഴാണ് എഡിറ്റ് ചെയ്യാനിരുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നു ബാഗൊക്കെ പാക്ക് ചെയ്ത് ടൂർ പോകാനുള്ള പരിപാടിയാണെന്നുള്ളത്. ടൂർ പോകാനുള്ള പരിപാടിയല്ല. വെല്ലിശന് പെട്ടെന്ന് സീരിയസ് ആയിട്ട് ICUയിൽ നടന്നു. വെല്ലിശൻ താമസിക്കുന്നത് ഗുജറാത്തിലാണ്. അപ്പോൾ ഗുജറാത്തിൽ സെറ്റിൽഡാണ് വെല്ലിശൻ. അപ്പോൾ വെല്ലിശനെ കാണാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ചെറിയ വെല്ലിശനും വല്യമ്മയും എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു. അവർ 4 ആളും കൂടി പോയി. ഇപ്പോൾ അച്ഛനമ്മ റിട്ടേൺ വന്നു. അപ്പോൾ പോണ വഴിക്ക് എയർപോർട്ടിൽ പോകുമ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അമ്മേനെ സംബന്ധിച്ച് അമ്മ ആദ്യമായിട്ടാണ് ഗുജറാത്തിൽ പോണത്. അമ്മ ഇതുവരെ ഗുജറാത്തിൽ പോയിട്ടില്ല. പിന്നെ അച്ഛനൊക്കെ ആദ്യം കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ പോയിട്ടുണ്ട്. 1-2 കൊല്ലമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനമ്മേനൊക്കെ എടുത്ത് നേരെ ഞാൻ വെല്ലിശൻ്റെ വീട്ടിൽ പോയി. വെല്ലിശൻ്റെ വീട്ടിൽ പോയിട്ട് വെല്ലിശനും വല്യമ്മേനൊക്കെ എടുത്തു. ഇതാ മാസ്ക് വെച്ചിട്ട് കയറുന്നതാണ് വെല്ലിശൻ. ഇപ്പുറത്ത് ചോപ്പ ഷാളൊക്കെ ഇട്ടിട്ട് കയറുന്നതാണ് വല്യമ്മ. നേരെ ഞങ്ങൾ എയർപോർട്ടിൽ പോയി. അവരെടുത്തിട്ട് എയർപോർട്ടിൽ പോയി. എയർപോർട്ടിൽ വെല്ലിശനും വല്യമ്മേനും അച്ഛനും അമ്മേനൊക്കെ അവിടെ ഇറക്കി ഞാൻ നേരെ കാർ പാർക്ക് ചെയ്യാൻ പോയി. കൂടെ ലച്ചുമോൻ ഉണ്ടായിരുന്നു കേട്ടോ. ലച്ചുമോൻ അന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് എയർപോർട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു കൂടെ. അപ്പോൾ അതേ വെല്ലിശൻ്റെ കയറി തുടങ്ങി. അതിൻ്റെ പിന്നാലെ അതേ അച്ഛൻ കയറി തുടങ്ങി. പിന്നെ അതേ അമ്മ വരുന്നുണ്ട്. അമ്മ അതേ ചുരിദാറിട്ടിട്ട് ആദ്യമായിട്ടാ. അതേ വല്യമ്മ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോകാനുള്ളൊരു പരിപാടിയിൽ ഇത് പോയി തുടങ്ങി. പിന്നെ അവിടുത്തെ കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് അവർ നേരെ ഉള്ളിൽ കയറിയതിന് ശേഷം നമുക്ക് കാണാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. നമ്മൾ വല്ല ഫ്ലൈറ്റ് പൊന്തെന്തോ താഴെന്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ലച്ചുമോൻ പറഞ്ഞു. ലച്ചുമോൻ കാണണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലച്ചുമോൻ മട്ടി. അങ്ങനെ ലച്ചുമോൻ പറഞ്ഞു വായോ ഫുഡ് അടിക്കാം, പുറത്ത് പോകാം, മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആളെയും കൊണ്ട് ഞങ്ങൾ ഇറങ്ങി. നേരെ ഞങ്ങൾ റിട്ടേൺ പോന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. 2 പാലം പണി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റൂട്ടിൽ ഞങ്ങൾ പോകുമ്പോൾ വലിയ ബ്ലോക്ക് കിട്ടിയില്ല. വരുന്ന ടൈമിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്ലോക്ക് കിട്ടി. എന്നാലും കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ റിട്ടേൺ വന്നു. ഞങ്ങൾ തിരിച്ച് റിട്ടേൺ എത്തുമ്പോഴേക്കും അച്ഛനമ്മയ്ക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോയപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ അച്ഛനമ്മയ്ക്കൊന്നും വന്ന് വെല്ലിശനെ കാണാൻ പറ്റിയില്ല. പിറ്റേ ദിവസം പോയിട്ടാണ് വെല്ലിശനെ കാണാൻ പറ്റിയത്. ഇവരവിടെ എത്തിയൊരു 4 ദിവസത്തിനുള്ളിൽ വെല്ലിശനെ ഡിസ്ചാർജ് ചെയ്തപ്പോൾ ഒരുമിച്ച് നിൽക്കാൻ അവർക്കൊരു 2 ദിവസം കറക്റ്റ് കിട്ടി. 2 ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നു ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായ ടൈമിലാണ് ഇവർ ഒന്നിച്ച് നിന്നിട്ടില്ലെന്ന് തോന്നുന്നു. അതിന് ശേഷമൊന്നും ഒരാൾ ഇവിടെ വരുമ്പോൾ ഒരാൾ അവിടെയും അങ്ങനെ അവർക്കൊന്നും ഒന്നിച്ച് നിൽക്കാൻ പറ്റിയില്ല. സംഭവം വെല്ലിശന് വയ്യാണ്ടായിട്ടാണെങ്കിലും അവിടെ പോയി നിന്നപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ വെല്ലിശന് കുറവായതിന് ശേഷമാണ് വന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതേ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ലൈഫിൽ കിട്ടുന്ന എല്ലാ ടൈമും നമ്മൾ പരമാവധി യൂസ് ചെയ്യാൻ നോക്കാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ബൈ.